സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ആവിയിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1.5 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ശർക്കര അവിടെ മെൽറ്റായി വരുമ്പോഴത്തേക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി മാവ് ദോശമാവൊക്കെ ബാക്കി വന്നാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. ഇതിന് പകരമായിട്ട് തേങ്ങാക്കൊത്ത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കയ്യിൽ അതുപോലെ തന്നെ ജീരകപ്പൊടി കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് കുറച്ചൊരു ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു കട്ടിക്കന്നെ കിട്ടണം കേട്ടോ മാവ്. അപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കട്ടിക്കന്നെ മാവ് വേണം. അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ള് ചേർത്ത് കൊടുത്താൽ കാണാനൊരു ഭംഗിയുണ്ടാവും. ഇടയ്ക്ക് കടിക്കുമ്പോൾ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ബൗളിലാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്, ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ സ്പ്രെഡാക്കിയിട്ട് അതിലേക്കാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇഡ്ഡലി ചെമ്പിലും ചെയ്തെടുക്കാം കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് അതുപോലെയും ചെയ്തെടുക്കാം. ഇനി ഇത് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ പുരട്ടി കൊടുത്തത് കാരണം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായാലും. അപ്പോൾ ഇഡ്ഡലി മാവും ദോശമാവും ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ചീനച്ചട്ടിയിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.